ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർസ് കോയിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബിറ്റ് കോയിനുമായിട്ട് റിലേറ്റഡ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെറും 80 വ്യൂസ് മാത്രമേ ഉള്ളൂ. ആ 80 വ്യൂസിൽ നിന്നും കുറച്ച് ആൾക്കാർ എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു എന്താണ് മോറിസ് കോയിനെ പറ്റി അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അന്നാണ് ഞാൻ കറൻ്റ് മോറിസ് കോയിനെ പറ്റി കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ യൂട്യൂബിൽ പോയിട്ട് മോറിസ് കോയിൻ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത് വളരെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ ചില വീഡിയോസിൽ പറയുന്ന മോറിസ് കോയിൻ ഫേക്കാണ്, സ്കാം ആണെന്ന്, ചില വീഡിയോസിൽ മോറിസ് കോയിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചുകൊണ്ട് ഡെപ്തിൽ മോറിസ് കോയിനെ പറ്റി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് മോറിസ് കോയിൻ? മോറിസ് കോയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോറിസ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസി ആണെന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനി പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ മണിയാണ്, ലൈക്ക് ബിറ്റ് കോയിൻ. അപ്പോൾ ബിറ്റ് കോയിൻ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് 2008 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അന്ന് അതിൻ്റെ വിലയെന്ന് പറയുന്നത് $1 താഴെയായിരുന്നു. ഇന്ന് അതിൻ്റെ വിലയെന്ന് പറയുന്നത് $10,000 മുകളിലാണ്. ഇതേപോലെ തന്നെ മോറിസ് കോയിനും എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ വില കൂടുന്ന സമയത്ത് നിങ്ങൾക്കത് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതേപോലെ മോറിസ് കോയിൻ കറൻ്റ് ലിസ്റ്റഡ് അല്ല. അപ്പോൾ ലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസീസ് നമ്മൾക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2022 ഈ മോറിസ് കോയിൻ ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കമ്പനി പറയുന്നത്. ഇനി കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ഞാനൊന്ന് പറയാം. വളരെ സിമ്പിളാണ്. ഒരു മോറിസ് കോയിൻ്റെ വിലയെന്ന് പറയുന്നത് $1,500. നമ്മൾ ഇത് വാങ്ങണമെങ്കിൽ നമുക്ക് മിനിമം 10 എണ്ണം വാങ്ങണം. അപ്പോൾ 10 എണ്ണം വാങ്ങാനാണെങ്കിൽ $15,000. അപ്പോൾ നമ്മുടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് $15,000. ഇനിയാണ് ഇതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതായത് ഡെയിലി റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 0.5 to 2% എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ 300 ദിവസം നമ്മൾക്ക് ഈ ഒരു ഡെയിലി റിട്ടേൺസ് കിട്ടും. അതായത് ഓൾമോസ്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ 180%, മാക്സിമം എന്ന് പറയുന്നത് 200% റിട്ടേൺസ് ആണ് അവർ പറയുന്നത്. ഇനി ഇത് കൂടാതെ റഫറൽ ഇൻകം ഉണ്ട്. റഫറൽ ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ ഇൻകം എന്ന് പറയുന്നത് 10%, സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് 5%, തേർഡ് ലെവൽ എന്ന് പറയുന്നത് 3%, പിന്നെ അതിൻ്റെ താഴോട്ട് അങ്ങനെ ഒരു 5 ലെവൽ വരെയുള്ള റഫറൽ ഇൻകം ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിലൊരു ലോജിക്കില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിക്സ്ഡ് റവന്യൂ അല്ലെങ്കിൽ ഫിക്സ്ഡ് റിട്ടേൺ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവാണ്. കാരണം നിങ്ങൾ $1,00,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന റിട്ടേൺ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു $500 മുതൽ $2,000 വരെ കിട്ടും. സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരൊന്നും പിന്നെ പണിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒരു $1,00,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു $2,000, $500 മുതൽ $2,000 വരെ കിട്ടുകയാണെങ്കിൽ ആർക്കും പണിക്ക് പോകാതെ തന്നെ ജീവിക്കാൻ പറ്റും. സോ അവിടെ തന്നെ ഒരു ഫാൾസ് സിഗ്നലാണ് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി ഒരു ഫിക്സ്ഡ് പ്രോഫിറ്റ് എടുത്ത് തരുന്ന ഏതെങ്കിലും ഒരു കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ ഈ ഒരു മോറിസ് കോയിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മോറിസ് കോയിനെ പറ്റി ഈ ഒരു കമ്പനി പറയുന്നതല്ലാതെ നമ്മൾക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, പല ആൾക്കാരും ചോദിക്കുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. ക്രിപ്റ്റോ കറൻസി ഈസ് കംപ്ലീറ്റ്ലി ലീഗൽ ഇൻ ഇന്ത്യ. ഇത് 2017 സമയത്ത് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തിരുന്നു. അതിൽ ബിറ്റ് കോയിൻ ബാൻ ചെയ്തിരുന്നു. ബിറ്റ് കോയിൻ പിന്നീട് ഹൈക്കോർട്ട് ഇഷ്യൂ ഒന്നുമില്ല, നമുക്കിപ്പം ബിറ്റ് കോയിൻ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നുകൊണ്ട്. ഇപ്പോൾ ഇത് മോറിസ് കോയിൻ, ഒന്നാമത്തെ കാര്യം മോറിസ് കോയിൻ എന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കറൻസി അല്ല. 2022 ലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 2022 ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ ട്രേഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ജെന്യൂനിറ്റിയെ പറ്റി ഒന്ന് അന്വേഷിക്കുക. പൈസ എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും പിന്നെ ചിന്തയൊന്നും കാണത്തില്ല. ചാടി കയറുക, ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടേൺസ് കിട്ടുക, ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഇതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി തീർച്ചയായും കുറച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വാങ്ങാം, വിൽക്കാം, അല്ലെങ്കിൽ ബിറ്റ് കോയിനെക്കാട്ടി വില കുറഞ്ഞിട്ടുള്ള ഒരുപാട് കോയിൻസ് ഉണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. വേറൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചാനൽ കണ്ടു ഈ ഒരു മോറിസ് കോയിനെ പറ്റി എഴുതിയിട്ടുള്ള. അപ്പോൾ ആ ഒരു ചാനൽ ഈ കമ്പനിയുടെ തന്നെ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ മോറിസ് കോയിനെ പൊക്കി അങ്ങ് അടിച്ചേക്കുവാണ്. വേറെ കുറേ ചാനൽസ് കണ്ടു, അതിൽ സ്കാം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കാം ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം എനിക്കറിയത്തില്ല ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും അറിയത്തില്ല ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നതെന്ന്. സോ നിങ്ങൾ ഇങ്ങനത്തുള്ള കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ അല്ലെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്കൊന്നും റെഗുലേറ്ററി അതോറിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കിതിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിനിമം എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഫൈനലി കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇനി ഇതിലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാൻ ഒഴിവാക്കിയേക്കുക. ഓക്കെ, ആ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് വല്ല ബിറ്റ് കോയിനിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ല റിട്ടേൺസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.